മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ബി.ജെ.പിയുടെ കാലിടറുകയാണ്. ഗോണ്ടിയ ജില്ലയിലെ മുതിർന്ന ബി.ജെ.പി നേതാവും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. മുൻ എം.എൽ.എ കൂടിയായ രമേശ് കുറ്റയാണ് ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു. ബി.ജെ.പിയിൽ നിന്നും അകന്നു പോകാൻ തന്റെ പ്രവർത്തകർ നിരന്തരം നിർബന്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ വാക്കുകൾക്ക് താൻ വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും അതിനാൽ ബി.ജെ.പിയിൽ നിന്നും താൻ രാജിവെക്കുന്നു എന്നതാണ് സംസ്ഥാന അധ്യക്ഷനയച്ച കത്തിൽ രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ കൂടെ ഏതാണ്ട് 2500ഓളം പ്രവർത്തകർ ഉണ്ട് എന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഗോണ്ടിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 2 തവണ എം.എൽ.എ ആയ ആളാണ് രമേശ് കുത്തെ. 1995ലും 99ലും ശിവസേനയിൽ നിന്നാണ് രമേശ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 95ൽ കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയായ ഗോണ്ടിയ നിയമസഭയിൽ അന്നത്തെ സിറ്റിംഗ് എം.എൽ.എ ഹരിഹർ ഭായ് പട്ടേലിനെ അദ്ദേഹം പരാജയപ്പെടുത്തി. തുടർന്ന് 1999ലും അദ്ദേഹം അവിടെ വിജയിച്ചു. എങ്കിലും 2004ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഗോകുൽദാസ് അഗർവാളിനോട് പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 2014ൽ രമേശ് കുത്തെ ശിവസേന വിട്ട് നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ ബി.ജെ.പിയിൽ ചേരുകയായിരുന്നു. അന്നു മുതൽ അദ്ദേഹം ബി.ജെ.പി പാർട്ടിയിലെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോണ്ടിയ ഭണ്ഡാര ലോക്സഭാ സീറ്റിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി സുനിൽ മെൻഡെ പരാജയപ്പെട്ടിരുന്നു. അതോടെയാണ് ഈ നീക്കത്തിലേക്ക് രമേശ് കടക്കുന്നു എന്നുള്ള സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനാക്കം നൽകിക്കൊണ്ട് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ നാനാ പട്ടോലെയും ഈ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ എം.പി പ്രശാന്ത് പട്ടോലെയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രമേശ് കുറ്റെ തന്റെ രാജിക്കത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന് നൽകിയിരിക്കുന്നത്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്.